പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ ലഭിക്കുന്ന കർഷകർ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. ഇനി 22ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് നമുക്ക് വരാൻ പോകുന്നത്. അതിന്റെ വിതരണം ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള ഈ കാലയളവിലായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഈ വിതരണ നടപടികൾക്ക് മുന്നോടിയായി തന്നെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇലക്ട്രോണിക് KYC ചെയ്തവരാണ് എങ്കിൽ പോലും PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇലക്ട്രോണിക് KYCയുടെ സ്റ്റാറ്റസ് നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ആധാർ നമ്പർ നൽകിക്കൊണ്ട് പരിശോധിക്കുമ്പോൾ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് മറ്റ് പ്രശ്നങ്ങളില്ല. അല്ലാത്ത പക്ഷം വീണ്ടും നമ്മൾ ഈ നടപടിക്രമം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ചിലർക്ക് പുനർവെരിഫിക്കേഷൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു KYC അറിയിപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കർഷകർ എല്ലാവരും തന്നെ ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കണം. ഇനി കഴിഞ്ഞ ഗഡുക്കൾ വിതരണം ചെയ്തപ്പോൾ ആനുകൂല്യം ലഭിക്കാത്ത കർഷകരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ആധാറിൻ്റെ വെബ്സൈറ്റിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് കൂടി പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അത് ആ രീതിയിൽ കൂടി നിങ്ങൾ പരിശോധിക്കണം. ആധാർ വഴിയുള്ള വിതരണം ആയതുകൊണ്ട് തന്നെ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള വിതരണമാണ് നടക്കുന്നത്. നമ്മുടെ ആധാറുമായി ബാങ്ക് അക്കൗണ്ട് സീഡ് ആയിട്ടില്ല എങ്കിൽ ആ തുക നമുക്ക് ലഭിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ 2026 ജനുവരി മാസം മുതലൊക്കെ കർഷക ID കാർഡുകൾ, അതോടൊപ്പം തന്നെ പ്രോപ്പർട്ടി കാർഡുകൾ പോലെയുള്ള വിവിധ കാര്യങ്ങളുണ്ടാകും. 2026 ജനുവരി മാസം മുതലൊക്കെയാണ് ഇതിൻ്റെ നടപടികൾ ആരംഭിക്കുന്നത്. നിലവിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ മേഖലകൾക്ക് കേന്ദ്രീകരിച്ച് അതിന് മുൻഗണന നൽകിയാണ് സംസ്ഥാന സർക്കാർ പ്രോപ്പർട്ടി കാർഡുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ റവന്യൂ കാർഡുകളൊക്കെ തന്നെ വിതരണം ചെയ്യുക. നമ്മുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ അടിസ്ഥാന വിവരങ്ങളും ആ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. പിന്നീട് വിവിധ ഡോക്യുമെൻറ്റുകളൊക്കെ നമ്മൾ അപേക്ഷ വയ്ക്കുമ്പോഴൊക്കെ ഈ കാർഡുകൾ ഹാജരാക്കിയാൽ മാത്രം മതിയാകും. പിന്നീട് വിവിധ അപേക്ഷകൾക്ക് ഈ ഒരു കാർഡ് അത് പ്രധാന മാനദണ്ഡമായി മാറുകയും ചെയ്യും. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.